അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്ക്. ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോമ്പും പെരുന്നാളൊക്കെ ആയിട്ട് ചിക്കനും മട്ടനും ബീഫൊക്കെ കഴിച്ച് മടുത്തിരിക്കുമ്പോൾ നല്ല നാടൻ കറികളും കൂട്ടി ചോറിനാൻ ആർക്കാ തോന്നാത്തതല്ലേ? അപ്പോൾ ഇന്ന് ഈസി ആയിട്ടുള്ള ലഞ്ച് പ്രിപ്പറേഷനാണ് നിങ്ങളെ കാണിക്കുന്നത്. പെരുന്നാളൊക്കെ കഴിഞ്ഞ ക്ഷീണത്തിൽ കിച്ചണിൽ കയറാൻ മടിയുള്ള സമയത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ടുണ്ടാക്കാവുന്ന കറികളാണ് നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യുന്നത്. ചെമ്മീൻ വരട്ടിയതും മോരുകറിയും ചേന ഉപ്പേരിയുമാണ് ഞാനിന്ന് ഉണ്ടാക്കിയത്. മോരുകറിയും ഉപ്പേരിയും ഒക്കെ ഒരുവിധം പേർക്ക് ഉണ്ടാക്കാൻ അറിയുന്നത് തന്നെയായിരിക്കും. എന്നാലും ഞാൻ എങ്ങനെയാണ് മോരുകറിയും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാറുള്ളതെന്ന് ബിഗിനേഴ്സിൽ ആർക്കെങ്കിലും അറിയാത്തവരായിട്ട് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ചെമ്മീൻ വരട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസാണ് ഇതിന് ആവശ്യമുള്ളൂ. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 3/4 കിലോയോളമുള്ള കഴുകി വൃത്തിയാക്കിയ ചെമ്മീൻ, 2 വലിയ തക്കാളി അരിഞ്ഞത്, 8 പച്ചമുളക് നടുകീറിയത്. ഇത് കുറച്ച് എരിവിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് അത്ര ചേർക്കുക. പിന്നെ കറിവേപ്പില, പൊടികളായിട്ട് വേണ്ടത് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വെളിച്ചെണ്ണ. ഇവയാണ്. വെളിച്ചെണ്ണ ഒഴികെയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഡ്രൈ ആയിട്ടാണ് ചെമ്മീൻ വരട്ടേണ്ടതെങ്കിൽ 1/4 കപ്പ് മാത്രം വെള്ളം ചേർത്താൽ മതി. ഞാനിത് കുറച്ച് മുന്നേ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതല്ല, ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെ വെള്ളം ചേർക്കാം. ഇനി നമുക്കിത് തിളപ്പിക്കാൻ വെക്കാം. അത് വേവുന്ന സമയം കുക്കറിൽ ചോറ് വെക്കാം. കുക്കർ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വെയിറ്റ് ഇടുന്ന ഭാഗത്തെ ഹോൾ എപ്പോഴും ക്ലീൻ ആണോ എന്ന് നോക്കുക. അത് ബ്ലോക്ക് ആയിട്ടിരിക്കുന്നില്ല എന്ന് നമ്മൾ എപ്പോഴും ഉറപ്പ് വരുത്തണം. അത് ബ്ലോക്കായാൽ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മോരുകറിയിലേക്കുള്ള വെള്ളരിക്ക കട്ട് ചെയ്ത് വെക്കാം. 800 ഗ്രാം ഉണ്ടത്. അതിലേക്ക് 1 കപ്പ് വെള്ളവും 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും എരിവിനനുസരിച്ച് പച്ചമുളകും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം വേവിക്കാൻ വെക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം. അപ്പുറത്ത് നമ്മൾ വേവിക്കാൻ വെച്ചിരിക്കുന്ന ചെമ്മീനൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. വെള്ളരി വേവുന്ന സമയം കൊണ്ട് അതിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കാം. 1 കപ്പ് തേങ്ങയും 5-6 ചുവന്നുള്ളിയും മോരും ചേർത്താണ് ഞാൻ അരയ്ക്കുന്നത്. 360 മില്ലിയുള്ള മോരാണിത്. ഇതിൽ കുറച്ച് മാത്രം ചേർത്ത് അരയ്ക്കാം. മോരെല്ലാം കൂടെ ഒരുമിച്ച് വെച്ചാൽ തേങ്ങ അരഞ്ഞ് കിട്ടില്ല. ഇപ്പോൾ ചെമ്മീനൊക്കെ നല്ല പോലെ വെള്ളമൊക്കെ 1/4 ഭാഗത്തോളം വറ്റി വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് ഗ്രേവി ആയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് മുഴുവനായിട്ടും വറ്റിച്ചെടുക്കുന്നില്ല. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് നല്ല പോലെ മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ചെമ്മീൻ വരട്ടിയത് റെഡിയായി. ഇത് നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കേണ്ട ഒരു കറിയാണ്. ചെമ്മീനായതുകൊണ്ട് വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളി ഇവയൊന്നും ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കാനാണെങ്കിൽ വളരെ ഈസിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇനി അത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചേന 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും 1/4 കപ്പ് വെള്ളവും ചേർത്ത് വേവിക്കാൻ വെക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ളരി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള മോരും നിങ്ങൾക്ക് എത്രയാണോ കറിക്ക് കട്ടി വേണ്ടത് അത്രയും വെള്ളവും മിക്സിയിലൊഴിച്ച് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ചെറുതായി തിള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കടുക് വറുക്കണം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കണം. കടുക് മുഴുവൻ പൊട്ടി വന്നാൽ ചുവന്ന മുളകും വേപ്പിലയും കൂടെ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചുവന്ന മുളകൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ചധികം ചേർക്കാറുണ്ട്. ഇപ്പോൾ നമ്മുടെ മോരുകറിയും റെഡിയായി. ഇനി നമുക്ക് ഉപ്പേരിക്ക് വേണ്ട ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കണം.
ചേന 1 കിലോൻ്റെ അടുത്തുണ്ടായിരുന്നു, അതുകൊണ്ട് ചുവന്നുള്ളി കൂടുതൽ എടുക്കുന്നുണ്ട്. 15 എണ്ണം എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി 5 6 എണ്ണമൊക്കെ മതി. 3 4 ചുവന്നുമുളക് കൂടെ ചേർത്ത് ചതച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചേന വെന്ത് വന്നിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ചൂടാക്കി കടുക് ചേർത്ത് കടുക് പൊട്ടിയതിലേക്ക് ചതച്ച് വെച്ചതും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. അതൊന്ന് മൂത്ത് വന്നാൽ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് മൂപ്പിച്ചതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ചേനയിലേക്ക് ചേർത്ത് നല്ല പോലെ മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ചേന ഉപ്പേരി റെഡിയായി. അങ്ങനെ ലാസ്റ്റ് പപ്പടം കൂടെ പൊരിച്ചപ്പോൾ ഇന്നത്തെ എൻ്റെ ലഞ്ച് പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ആയി. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കാവുന്ന ലഞ്ച് മെനു ആണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. എൻ്റെ വീഡിയോ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇൻഷാ അല്ലാ അടുത്ത ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബായ്. അസ്സലാമു അലൈക്കും.